ഇപ്പൊ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റിലേക്ക് പോകും. അതെ, ഈ വളാഞ്ചേരിയിലാണ് 42-കാരിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരുന്നത്. അവരുടെ നില അപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത്. ഈ രോഗി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് ഇപ്പോഴുള്ളത്. രോഗലക്ഷണങ്ങളുള്ള 5 പേർ മഞ്ചേരി, എറണാകുളം മെഡിക്കൽ കോളേജുകളിലും ചികിത്സയിലുണ്ട്. ഇന്നലെ 8 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ് ആയതോടെ ആകെ നെഗറ്റീവ് ഫലങ്ങൾ 25 എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സലാം മുഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നു തത്സമയം. സലാം, ഈ നിപ്പ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരു വരിയിലൊക്കെയാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ ഒക്കെ പോയത്. വിശദമായി നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഗുരുതരമാണ് സാഹചര്യം? പ്രമോദ്, ഇപ്പോൾ ഈ നിപ ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന 42-കാരിയുടെ നില അല്പം ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ വെന്റിലേറ്ററിലാണുള്ളത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ ചികിത്സയിലുള്ളത്. മോണോക്ലോണൽ ആന്റിബോഡി ഇന്നലെ കൂടി ഒരു ഡോസ് കൂടി നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഗുരുതരമായ സ്ഥിതിയിൽ തുടരുകയാണ്. നിലവിൽ ഈ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ 8 പരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അവരുടേത് കൂടി നെഗറ്റീവ് ആണെന്നുള്ള ഒരു ആശ്വാസകരമായ വാർത്ത കൂടി പങ്കുവെക്കാനുണ്ട്. ഇതിൽ 94 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 25 പേരുടെ ഫലം പുറത്തു വന്നു. ഇവർ നെഗറ്റീവ് ആണ്. എങ്കിൽ ഇനി ഉള്ളത് 54 പേരുടെ ഫലം കൂടി വരാനുണ്ട്. ഏതായാലും ഇപ്പോൾ ചികിത്സയിലുള്ളത് 6 പേരാണ്. 4 പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റൊന്ന് ഈ നിലവിൽ ചികിത്സയിലുള്ള ഈ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലുള്ള 42-കാരി, ഇങ്ങനെ 6 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഏതായാലും ഇനി വരാനുള്ളത് 54 പേരുടെ ഫലമാണ്. ഇതിൽ 40 പേർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരും 11 പേർ പാലക്കാട് ജില്ലയിൽ നിന്നുള്ളതും ഈ ഓരോ ആൾ വീതം, അതായത് കോഴിക്കോട് കൂടാതെ എറണാകുളം ജില്ലകളിൽ ഓരോ ആളുകൾ വീതം കൂടിയുണ്ട്. ഇവരാണിപ്പോൾ ഈ സമ്പർക്ക പട്ടികയിലുള്ളത്. ഏതായാലും അവസാനമായി പുറത്തു വന്ന 8 പേരുടെ ഫലം കൂടി നെഗറ്റീവായ സാഹചര്യത്തിൽ കുറെ കൂടി ആശ്വാസകരമായി, അതായത് ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അവർ നേരിട്ട് വീടുകളിലെത്തി കൂടുതൽ കർശനമായ ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ നൽകുന്നുണ്ട്. കൂടാതെ മലപ്പുറം ജില്ലയിലെ പരിപാടികളിലൊക്കെ തന്നെ മാസ്ക് നിർബന്ധമാക്കിക്കൊണ്ടൊരു ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ഈ ഒരു വിപത്തിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള കർശനമായ ഒരു നിർദ്ദേശവും കൂടാതെ ഇടപെടലുകളും ഒരു ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ തടയാനാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഏതായാലും ഇപ്പോൾ നിലവിൽ പുറത്തു വന്ന ആളുകളുടെ ഫലം കൂടി നെഗറ്റീവ് ആകുന്നതോടുകൂടി കൂടുതൽ ആശങ്ക അകന്നു എന്ന് വേണം പറയേണ്ടി വരും. ഇപ്പോൾ നിലവിൽ 2 പേരാണ് ICUവിൽ ചികിത്സയിലുള്ളത്. 6 പേരുടെ ചികിത്സയിൽ 2 പേരുടെ നില അല്പം ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. സലാം, ഈ ചികിത്സയിലുള്ളവരുടെ പരിശോധനാ ഫലങ്ങൾ വന്നോ? ഈ വന്ന നെഗറ്റീവായ ഫലങ്ങളിൽ ICUവിലും മറ്റും ചികിത്സയിലുള്ള ആളുകളുടെ ഫലവും കൂടി ഉൾപ്പെടുന്നുണ്ടോ? പ്രമോദ്, നിലവിൽ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളുടെ ഫലമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ആദ്യം പുറത്തു വന്ന 6 പേരുടെ, പിന്നീട് പുറത്തു വന്ന 8 പേർ, നിലവിൽ 25 പേരുടെ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഫലങ്ങളൊക്കെ തന്നെ നെഗറ്റീവാണ്. ഇതിൽ 6 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവരുടെ ഫലമൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇവരിൽ 2 പേർ കൂടുതൽ ഒരു ജാഗ്രത, അതായത് കൂടുതൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമുള്ളത് 2 പേരുടെ കാര്യത്തിലാണ്. അവർ ഇപ്പോഴും ICUവിൽ ചികിത്സയിലാണുള്ളത്. നിലവിൽ 42-കാരി, അതായത് നിപ്പ ബാധിച്ച് പെരിന്തൽമണ്ണ ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന 42-കാരി വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ഇവരുടെ ചികിത്സ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഒരു മോണോക്ലോണൽ ആന്റിബോഡി ഡോസ് നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഇന്നലെയാണ് വീണ്ടും അവർക്ക് ഡോസ് നൽകിയിട്ടുള്ളത്. ഏതായാലും നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലും കൂടാതെ ഇപ്പോൾ ചികിത്സയിലിരിക്കുന്ന പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണുള്ളത്. അവരുടെ സ്ഥിതിയിൽ കുറച്ച് ഒരു ഗുരുതരമായ സാഹചര്യമുണ്ട് എന്നതിനപ്പുറം വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഏതായാലും 6 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 2 പേരുടെ നില അല്പം ഗുരുതരമാണെന്നാണ് അവസാനമായി ലഭിക്കുന്ന വിവരം. ഓക്കെ, സലാം റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ജാഗ്രത മതി. ഒരു ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. കാരണം സമ്പർക്ക പട്ടികയിലുള്ള 25 പേരുടെ ഫലം നെഗറ്റീവ് ആകുന്നു. കാരണം നമുക്ക് ഈ അറിയാം, നിപ്പയൊക്കെ വലിയ രീതിയിൽ നന്നായി പ്രതിരോധിച്ചൊരു ട്രാക്ക് റെക്കോർഡുള്ള സംസ്ഥാനം കൂടിയാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ അതിന് പര്യാപ്തമാണ് എന്നുള്ളത് നമുക്ക് ഒരിക്കൽ കൂടി അത് തെളിയിച്ചു തരുന്ന ഒരു സംഭവം കൂടിയാണ്. ഈ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ചികിത്സയിലുള്ള ആളുകൾ അവരെന്തിനാണ് ചികിത്സയിൽ കഴിയുന്നത് എന്നതും കൂടി പ്രശ്നമാണ്. ഇതേ ലക്ഷണങ്ങളോടെ ആണെങ്കിൽ കുറച്ചൊന്ന് സംശയിക്കണം അവരുടെ കാര്യത്തിൽ. ബാക്കി പക്ഷേ അതിന്റെ മൊത്തത്തിലുള്ള അതിന്റെ സാധ്യതയുള്ള ആളുകളെ എല്ലാവരെയും കണ്ടെത്താനും അവരെ എല്ലാം ക്വാറന്റൈൻ ചെയ്യാനും ഒക്കെയുള്ള നടപടികളിലേക്ക് സംസ്ഥാനം പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ പരം ആശങ്ക നമുക്ക് ആവശ്യമില്ല എന്നുള്ളത്.